ഇന്ന് നമ്മോടൊപ്പമുള്ളത് ശ്രീ സമദ് നരിപ്പറ്റയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തെത്തിയ അദ്ദേഹം ദീർഘകാലം പ്രവാസ ജീവിതം നയിച്ച വ്യക്തി കൂടിയാണ്. KMCCയുടെ ഖത്തറിലെ സമുന്നത നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം INLന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹമാണ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. നമസ്കാരം സാർ. നമസ്കാരം സാർ, അങ്ങ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പ്രത്യേകിച്ച് MSFിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം അങ്ങ് പ്രവാസ ജീവിതം നയിക്കുകയുണ്ടായി. ആ കാലത്ത് അങ്ങ് KMCCയുടെ സജീവമായ ഒരു നേതാവായിരുന്നു, പ്രമുഖനായ ഒരു നേതാവായിരുന്നു. ഇടക്കാലത്ത് അങ്ങ് മുസ്ലിം ലീഗ് വിട്ടുപോരുകയുണ്ടായി. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരിൽ ഒരാളായിട്ട് തന്നെ പ്രവാസ ലോകത്ത് അങ്ങ് പ്രവർത്തിച്ചത്. എന്തായിരുന്നു അതിനുണ്ടായ ഒരു കാരണം? യഥാർത്ഥത്തിൽ വളരെ ചെറുപ്പം മുതൽ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയം സജീവമായി പ്രവർത്തിക്കുകയും 4ാം ക്ലാസ് പഠിക്കുമ്പോൾ MSFൻ്റെ നരിപ്പറ്റ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടാണ് എൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിനുശേഷം പഞ്ചായത്ത്, മണ്ഡലം, ജില്ല MSFൻ്റെ അടക്കമുള്ള ഭാരവാഹി സ്ഥാനം വഹിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. MSFൻ്റെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യൂത്ത് ലീഗിൻ്റെ നേതൃത്വനിരയിലും സജീവമായി പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് കുടുംബത്തിൻ്റെ കൂടി സമ്മർദ്ദത്തിന് വഴങ്ങി പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സ്വാഭാവികമായും മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ നേതാവ്, ഭാരവാഹി എന്നുള്ള നിലയിലൊക്കെ അറിയപ്പെടുന്നത് കൊണ്ട് തന്നെ ഖത്തറിലെത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും KMCCയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കാനുള്ള അവസരം നിർബന്ധത്തിന് വഴങ്ങി തിരഞ്ഞെടുക്കേണ്ടി വന്നു. KMCCയുടെ ജില്ലാ, സംസ്ഥാന നേതൃനിരയിൽ ആയുള്ള കാലയളവിൽ സജീവമായിട്ട് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു. ഖത്തറിൻ്റെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്ത് KMCCക്ക് ഇന്ന് കൈവന്ന പ്രസക്തിയിൽ ഒരു ടീം വർക്കായിരുന്നു അത്. പല സമുന്നതരായ നേതാക്കന്മാരുടെ കൂടെ, എസ്പെഷ്യലി SM ബഷീർ, അതേപോലെ തന്നെ പാറക്കൽ അബ്ദുള്ള, അവരുടെയൊക്കെ കൂടെ KMCCയുടെ സജീവ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് പ്രവാസ ലോകത്തിന് തന്നെ മാതൃകയെന്നോണം ഖത്തർ KMCC തുടക്കം കുറിച്ച സാധാരണ പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി സ്കീം തുടക്കം കുറിച്ചത് നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിലായിരുന്നു. ഇന്ന് ആ സ്കീമിൽ അംഗമാവുന്ന ഒരു മെമ്പർ മരിച്ചാൽ ഏതാണ്ട് 10 ലക്ഷം രൂപ കുടുംബത്തിന് കൊടുക്കുന്ന ഒരു സ്കീമാണ്. വളരെ ചെറിയ രൂപത്തിൽ തുടക്കം കുറിക്കുകയും പിന്നീട് അത് വളർന്ന് വലുതാവുകയുമാണ് ചെയ്തത്. ഇന്ന് ഏതാണ്ട് 25,000-ഓളം മെമ്പർമാർ ആ സ്കീമിൽ, സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിൽ അംഗങ്ങളായിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയും ആ ഒരു പദ്ധതിക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ ഖത്തർ KMCCയുടെ വിവിധ മേഖലകളിലുള്ള, പ്രത്യേകിച്ച് കലാ, കായിക, സാംസ്കാരിക രംഗത്ത് വലിയ സംഭാവനകൾ അർപ്പിക്കാൻ ഞാൻ ഉൾക്കൊള്ളുന്ന ആ പ്രവർത്തന ടീമിന് സാധിച്ചിട്ടുണ്ട്. കായിക മത്സരങ്ങൾ, സ്പോർട്സ് മത്സരങ്ങൾ, സ്പോർട്സ് മീറ്റ്, വോളിബോൾ ടൂർണമെൻറ്റ്, അങ്ങനെ നാട്ടിൽ നടക്കുന്നതിൽ കൂടുതൽ ആവേശഭരിതമായി പല പ്രോഗ്രാമുകളും ഖത്തർ ഗവൺമെൻറ്റിൻ്റെ കൂടി സഹായ സഹകരണത്തോടു കൂടി പ്രവാസികൾക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാ പൊതു പ്രവാസികളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള വലിയ സാംസ്കാരിക സമ്മേളനങ്ങൾ, അതേപോലെ തന്നെ സ്പോർട്സ് മീറ്റുകൾ, ഡോക്യുമെൻ്ററി പ്രദർശനം ഒക്കെ അവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്ററി പ്രദർശനമായിരുന്നു ഉറങ്ങിക്കിടക്കുന്ന സിംഹം എന്ന് പറഞ്ഞുള്ള ഒരു ഡോക്യുമെൻ്ററി. മുസ്ലിം ലീഗിൻ്റെ CH മുഹമ്മദ് ഖായ സാഹിബിൻ്റെയൊക്കെ, ബാഫക്കി തങ്ങളുടെയൊക്കെ ജീവിതത്തെ ആസ്പദമാക്കി ഉള്ള ഒരു ഉറങ്ങിക്കിടക്കുന്ന സിംഹം എന്നുള്ള ഒരു ഡോക്യുമെൻ്ററി പ്രദർശനം ഏറെ ചർച്ച ചെയ്യപ്പെടുകയും സാമൂഹിക രംഗത്ത് വലിയ ചലനം സൃഷ്ടിക്കുകയൊക്കെ ചെയ്ത ആ ഡോക്യുമെൻ്ററി പ്രദർശനത്തിന് പിന്നിൽ പ്രവർത്തിക്കാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ ഖത്തറിലെ മറ്റ് ഉദാഹരണത്തിന് ഖത്തറിൽ സ്ഥാപിതമായ ഇസ്ലാമിക് സെൻറ്റർ തുടക്കം കുറിക്കുകയും അതിൻ്റെ സ്ഥാപക സെക്രട്ടറിമാരിൽ ഒരാളായി പ്രവർത്തിക്കാനും അവിടെ സമസ്തയുടെ കീഴിൽ മദ്രസ സംവിധാനം ഗവൺമെൻറ്റൊക്കെ സപ്പോർട്ടോടു കൂടി അവിടെ തുടക്കം കുറിക്കാൻ സാധിച്ചിട്ടുണ്ട്, അതിൽ ഭാഗമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ എംബസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലൻറ്റ് ഫോറം ICBF എന്ന സംഘടനയുടെ തിരഞ്ഞെടുക്കപ്പെട്ട 11 പേരാണ് അതിൻ്റെ കമ്മിറ്റി മെമ്പർമാർ. ഇന്ത്യക്കാരായ ആളുകളാണ് അതിൽ വോട്ട് ചെയ്യാറ്. വോട്ടെടുപ്പ് കൂടി വലിയ ഭൂരിപക്ഷത്തിന് KMCC നിലയിൽ ആദ്യമായിട്ടാണ് ഞാനാണ് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ വോട്ടിങ്ങിലൂടെ അതിൻ്റെ നിലയിൽ വരികയും അതിൻ്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കാനും അവസരം ലഭിച്ചിട്ടുണ്ട്. ആ കാലയളവിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രിയൊക്കെ സമീപിച്ചുകൊണ്ട് +2 12ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിൽ തുടർ പഠനത്തിനുള്ള സാധ്യതയില്ല. സ്വാഭാവികമായിട്ടും കുടുംബമായിട്ട് ഗൾഫിൽ ജീവിക്കുന്ന ആളുകളുടെ മക്കൾ 12ാം ക്ലാസ് കഴിഞ്ഞാൽ നാട്ടിലേക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യം കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരാനും സമ്മർദ്ദം ചെലുത്താനുമൊക്കെ ആ ഒരു കാലയളവിൽ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലമാണ് ഇന്ന് ഖത്തറിൽ തുടർന്ന് ഡിഗ്രി കോഴ്സുകളൊക്കെ പഠിക്കാനുള്ള ഒരു സംവിധാനം ഇന്ത്യ ഗവൺമെൻറ് അവിടെ തുടക്കം കുറിച്ചത്. അങ്ങനെ സാംസ്കാരിക രംഗത്ത് സജീവമായി പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ കാലയളവിൽ മുസ്ലിം ലീഗിൻ്റെ സമന്വിതരായ നേതാക്കന്മാരുമായും മുസ്ലിം ലീഗിൻ്റെ നേതൃനിരയുമൊക്കെ പ്രവർത്തിക്കാനും ബന്ധപ്പെടാനുമൊക്കെ നല്ല ബന്ധം കീപ്പ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. താങ്കൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി എന്നോണം മുസ്ലിം ലീഗിന് വന്ന നയപരമായ പാളിച്ചൽ അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു വ്യതിചലനം ലീഗിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിലുണ്ടായി എന്നുള്ളതാണ് വസ്തുത. ഒരു കോർപ്പറേറ്റ് കൾച്ചറിലേക്ക് ലീഗ് നല്ല നടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നത് പൂർണ്ണമായിട്ടും ഒരു കോർപ്പറേറ്റ് സംവിധാനമായി മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ലീഗ് എടുത്ത രാഷ്ട്രീയ നിലപാടാണ് പ്രധാനമായും ലീഗുമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധം ഉപേക്ഷിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. കാരണം ലീഗിന് കേരളത്തിൻ്റെ മതേതര സമൂഹത്തിൽ വലിയ ഒരു അംഗീകാരവും ലീഗിൻ്റെ ഇക്കാലം അത്രയും മാരഥന്മാരായ നേതാക്കന്മാർ ബാഫക്കി തങ്ങൾ മുതൽ CB സാഹിബ്, CH മുഹമ്മദ് കോയ സാഹിബ്, ഷിഹാബ് തങ്ങളൊക്കെ ഉള്ള ആ കാലഘട്ടത്തിൽ എടുത്ത വലിയ ഒരു നിലപാടുകളുണ്ടായിരുന്നു. അത് കേരളത്തിലെ മതേതര സമൂഹം അത് അംഗീകരിക്കുകയൊക്കെ ചെയ്തത്. അതിൽ നിന്ന് വ്യത്യസ്തമായി പല കാലങ്ങളിൽ ലീഗ് എടുത്ത നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ അതിൻ്റെ രാഷ്ട്രീയ ഘടകമായ വെൽഫെയർ പാർട്ടി ഉൾപ്പെടെ SDPI പോലെയുള്ള തീവ്രവാദ നിലപാടുകൾ സ്വീകരിക്കുന്ന സംഘങ്ങളുമായി ഒരു രാഷ്ട്രീയ ബന്ധം സ്ഥാപിക്കാൻ ലീഗ് തീരുമാനിച്ചതാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ UDFൻ്റെ വിജയ സാധ്യതയ്ക്ക് പോലും മങ്ങലേൽപ്പിച്ചത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്തരമൊരു നിലപാട് ലീഗ് സ്വീകരിച്ചത് കൊണ്ടാണ് ലീഗുമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധം അവസാനിപ്പിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഈ INL എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായ ആളുകൾ ചിന്തിക്കുന്നത് മുസ്ലിം ലീഗ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം ലീഗുമായി ഇടഞ്ഞ ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ്, അദ്ദേഹം ഈ ലീഗിനുള്ള വിരോധം കൊണ്ടുണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ആളുകൾ അതിനെ നോക്കിക്കണ്ടത്. ശരിക്കും എന്താണ് INLൻ്റെ പ്രാധാന്യം? യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രചരണം മുസ്ലിം ലീഗിൻ്റെ നിലപാടിന് തീവ്രത പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ബാബരി മസ്ജിദിൻ്റെ പതനത്തോടനുബന്ധിച്ച് സേഠ് സാഹിബ് രൂപം കൊടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് INL അഥവാ ഇന്ത്യൻ നാഷണൽ ലീഗ് എന്നുള്ളത് തികച്ചും തെറ്റായ ധാരണയാണ്. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാടുകളോട് സേഠ് സാഹിബിന് വിയോജിപ്പുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ സേഠ് സാഹിബ് സ്വീകരിച്ച ഒരു നിലപാട് ഇന്ത്യയിലെ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നു. പക്ഷേ INLൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത് ലീഗുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലല്ല INL രൂപീകൃതമാകുന്നത്. സേഠ് സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ
അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തെ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മുസ്ലിം ലീഗ് പിന്നെ കുൽസിത ശ്രമങ്ങളിലൂടെ ദേശീയ കൗൺസിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന് പിന്നാമ്പുറത്ത് കൂടി അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി നിർത്തപ്പെടുകയാണുണ്ടായത്. അതിനുശേഷം വളരെ കാലങ്ങൾക്ക് ശേഷമാണ് INL എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സേഠ് സാഹിബ് രൂപം കൊടുക്കുന്നത്. ഒരിക്കലും ലീഗിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ഇന്ത്യൻ നാഷണൽ ലീഗ് അഥവാ INL. ഇന്ത്യയിലെ സേഠ് സാഹിബിൻ്റെ വർഷങ്ങളോളമുള്ള അനുഭവ സമ്പത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ രാജീവ് ഗാന്ധി, നരസിംഹറാവു വരെയുള്ള പ്രധാനമന്ത്രിമാരുടെ കൂടെ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച, ഇന്ത്യ കണ്ടിട്ടുള്ള, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു ദാർശനികനും ഒരു രാഷ്ട്രീയ നേതാവും ഒരു മതന്യൂനപക്ഷങ്ങളുടെ ഒരു ശബ്ദവുമായിരുന്നല്ലോ സേഠ് സാഹിബ്. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം ഇന്ത്യയിൽ സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ കാലഘട്ടം അവസാനിച്ചു എന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപനത്തോടുകൂടി ആണ് INL രൂപീകരിക്കാൻ അദ്ദേഹം മുൻകൈ എടുക്കുന്നത്. INL രൂപീകരണത്തിലേക്ക് നയിച്ചത് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളടക്കമുള്ള പീഡിത വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇടതുപക്ഷ മതേതരത വിശ്വാസികളുടെ ഒരു കൂട്ടായ്മ, അത്തരമൊരു പൊളിറ്റിക്സിന് മാത്രമേ ഭാവിയിൽ ഫാസിസ്റ്റ് മുന്നേറ്റത്തെ തടയാൻ സാധിക്കൂ എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ നാഷണൽ ലീഗിന് അഥവാ INL സേഠ് സാഹിബ് രൂപം നൽകുന്നത്. താങ്കൾ ചോദിച്ചതുപോലെ ലീഗിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് ഒരു പിളർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ ലീഗ്. CPMൻ്റെ അന്നത്തെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കിഷൻ സുർജിത്ത് അടക്കമുള്ള ആളുകളുടെയൊക്കെ ആശീർവാദത്തോടു കൂടി ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളടക്കമുള്ള ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷ മതേതര ചേരിയോടൊപ്പം നിലനിർത്താൻ വേണ്ടി അവരെ മറ്റുള്ള തീവ്രവാദ നിലപാടുകളിൽ നിന്നും മറ്റുള്ള നിലപാടുകളിൽ നിന്നും വ്യതിചലിക്കാതെ രാജ്യത്തിന് ഗുണകരമാവുന്ന വിധത്തിൽ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷ മതേതര ചിന്താഗതിയോടൊപ്പം നിലനിർത്താൻ വേണ്ടിയാണ് ഇന്ത്യൻ നാഷണൽ ലീഗിനെ സേഠ് സാഹിബ് രൂപം നൽകിയത്. കോൺഗ്രസ് മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചില്ല എന്നാണോ അങ്ങ് പറയുന്നത്? തീർച്ചയായിട്ടും കോൺഗ്രസ് മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചില്ല എന്നുള്ളത് ചരിത്രം നമുക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ പിന്നെ ഒന്ന് വിശാലമായി പറഞ്ഞാൽ കോൺഗ്രസും അവിഭക്ത മുസ്ലിം ലീഗുമൊക്കെ ഈ രാജ്യത്തിലെ താല്പര്യത്തിന് എതിരായി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിലേക്ക് നയിച്ചത് പോലും ഒരുപക്ഷെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും അന്നത്തെ നേതാക്കന്മാരെടുത്ത തെറ്റായ രാഷ്ട്രീയ തീരുമാനമായിരുന്നു. അതിൻ്റെ തിക്ത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് ഈ രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങളടക്കമുള്ള ജനവിഭാഗങ്ങളാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. മുസ്ലിം ലീഗിന് ഒരു രാഷ്ട്രവും കോൺഗ്രസ്സിന് ഒരു രാഷ്ട്രവും എന്നുള്ള നിലക്ക് മഹാഭാരതത്തെ രണ്ടായി പിളർത്തുന്നതിലേക്ക് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നിലപാടുകൾ കാരണമായിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കോൺഗ്രസ് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും ത്യാഗം ചെയ്തിട്ടുള്ള, ജീവൻ ബലിയർപ്പിക്കപ്പെട്ടിട്ടുള്ള മുസ്ലിം അടക്കമുള്ള മതന്യൂനപക്ഷങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് വസ്തുത. ഉദാഹരണത്തിന് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വഖഫ് സംരക്ഷണ ബില്ല്, കോടിക്കണക്കിന് രൂപയുടെ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടപ്പോൾ അത് ഈ സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ദേവസ്വം ബോർഡിൻ്റെ സ്വത്തുക്കൾ ഹൈന്ദവ സമൂഹത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിൽ അന്യാധീനപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ വഖഫ് സ്വത്തുക്കൾ ഈ രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ, സാമൂഹിക, സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി വിനിയോഗിക്കണമെന്ന് പാർലമെൻറ്റിനകത്തും പുറത്തും ഘോരഘോരം ആവർത്തി സേഠ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ നിരന്തരമായി സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ടുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് അതിൽ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് തികച്ചും ഒരു അനങ്ങാപ്പാറ നയമാണ് ആ കാര്യത്തിലൊക്കെ സ്വീകരിച്ചത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അടിക്കടി നടന്നുകൊണ്ടിരുന്ന ഉത്തരേന്ത്യയിലെ തെരുവുകളിൽ നടന്നുകൊണ്ടിരുന്ന വർഗീയ കലാപങ്ങൾ ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെയൊക്കെ ഒരു മൗന സമ്മതത്തോടു കൂടിയാണ് ആ കലാപങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി ഒരു കാര്യമായ ശ്രമവും
കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്നിട്ട് കൂടി ആ കോൺഗ്രസിനെ താങ്ങി നിർത്തുന്ന നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നത് എന്നതും മറ്റൊരു വിരോധാഭാസമാണ്. ബാബരി മസ്ജിദ് സംഭവം പോലും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ബാബരി മസ്ജിദിൻ്റെ ധ്വംസനത്തിനും യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദ് സംരക്ഷിക്കാൻ വേണ്ടി എടുത്ത നിലപാടിൻ്റെ പേരിലാണ് VP സിംഗിന് അന്ന് പ്രധാനമന്ത്രി സ്ഥാനം ത്യജിക്കേണ്ടി വന്നത്. അദ്വാനിയുടെ നേതൃത്വത്തിലുള്ള രഥയാത്രയെ തടഞ്ഞു നിർത്തിയതിൻ്റെ ഒറ്റ കാരണമാണ് അന്ന് BJP VP സിംഗിനുള്ള മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചതും അദ്ദേഹത്തിന് പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടമാകാൻ കാരണമായത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനം നിലനിർത്താൻ വേണ്ടി BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാമായിരുന്നു. അതാണ് ഇന്ത്യയിലെ മതേതര രാഷ്ട്രീയവും ഇടതുപക്ഷ രാഷ്ട്രീയവും ഒക്കെ വെക്കുന്ന കാഴ്ചപ്പാടും കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാടും തമ്മിലുള്ള വലിയ വ്യത്യാസം എന്ന് പറയുന്നത് അതാണ്. നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിലാണല്ലോ ബാബരി മസ്ജിദ് പൊളിക്കപ്പെടുന്നത്. അതേസമയത്ത് VP സിംഗ് ഇടതുപക്ഷ മതേതര ശക്തികളുടെ ഒരു കൂട്ടായ്മ ഇന്ത്യ രാജ്യം ഭരിച്ചപ്പോൾ ആ പള്ളി സംരക്ഷിക്കാൻ VP സിംഗിൻ്റെ നേതൃത്വത്തിലെ ഗവൺമെൻറ്റിന് സാധിച്ചു. അതിനുവേണ്ടി അദ്ദേഹം വലിയ വില കൊടുക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് ത്യജിക്കേണ്ടി വന്നു. ഇപ്പുറത്ത് നരസിംഹറാവുവിൻ്റെയും അതിനു മുമ്പ് ഈ രാജ്യം ഭരിച്ച രാജീവ് ഗാന്ധി അതിനു വേണ്ടിയുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തു. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ പ്രിയങ്ക ഗാന്ധിയുടെ പ്രസ്താവന പോലും അവിടെ തർക്കസ്ഥലത്ത് സ്ഥാപിക്കുന്ന ക്ഷേത്രത്തിന് കല്ലുകൾ സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയാണ്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. ഉത്തരേന്ത്യയിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇവിടെ രാഷ്ട്രീയ സമീപനം BJPക്ക് സമാനമായിട്ടുള്ള ഒരു സമീപനം തന്നെയാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ പോലും മുസ്ലിം ലീഗിൻ്റെ ഹരിത പതാക പ്രത്യക്ഷത്തിൽ എവിടെയും കാണിക്കാൻ പാടില്ല എന്ന് കോൺഗ്രസ് നിലപാടെടുക്കുന്നത് ആ കോൺഗ്രസിൻ്റെ പഴയകാല നിലപാടുകളിൽ നിന്ന് കോൺഗ്രസ് വ്യതിചലിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് വ്യക്തമാക്കുന്നത്. നേരെ മറിച്ച് ഇപ്പുറത്ത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം തന്നെ കേരളത്തിന് വലിയ രാഷ്ട്രീയമായിട്ടുള്ള അംഗീകാരം പ്രാധാന്യവും കൊടുത്തത് സഖാവ് EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ്. കോൺഗ്രസ് തൊപ്പി ഊരി ലീഗിൻ്റെ ആളെ സ്പീക്കറാക്കിയ ആ കാലഘട്ടത്തിന് ശേഷം CH മുഹമ്മദ് കോയ സാഹിബിനെയും അഹമ്മദ് കുട്ടി കുരിക്കളെയും മന്ത്രിമാരാക്കി മാന്യമായ പരിഗണന കൊടുത്തത് ഇടതുപക്ഷ CPM ആണ് എന്നുള്ളൊരു വസ്തുത നാം മനസ്സിലാക്കാതെ പോകരുത്. INLൻ്റെ ഔദ്യോഗിക വിഭാഗമാണല്ലോ നിങ്ങൾ. ശ്രീ അഹമ്മദ് ദേവർകോവിൽ INLൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അപ്പോൾ ഈ INLൻ്റെ ഔദ്യോഗിക വിഭാഗത്തിൽ നിന്ന് കുറേ ആളുകൾ മറ്റൊരു വിഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ INLനകത്ത് 1, 2, 3 വിഭാഗങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഔദ്യോഗിക വിഭാഗം തെറ്റിപ്പോയിട്ടുള്ള ആളുകൾ. ഈ ആളുകളെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാൻ എന്തെങ്കിലും ശ്രമം സാധ്യതയുണ്ടോ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന്? യഥാർത്ഥത്തിൽ INL എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ഈ പാർട്ടിയുടെ സ്ഥാപകൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ കാഴ്ചപ്പാടോട് കൂടി വലിയ ഒരു വിഷനോട് കൂടി സ്ഥാപിതമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് INL. INLനെ വ്യത്യസ്തമാക്കുന്നത് മുസ്ലിം ലീഗിനെ പോലെ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല INL. ഞങ്ങൾ യോഗം തുടങ്ങുമ്പോൾ പാർട്ടിയെ വിളിക്കാറില്ല, ഞങ്ങൾ തെക്കുബീർ ചെല്ലാറില്ല. അതേസമയത്ത് മുസ്ലിം ലീഗിൻ്റെ യോഗങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ പൊതുപരിപാടികളിൽ ഞാനതിനെ നിസ്സാരവൽക്കരിക്കുകയല്ല, പക്ഷേ ഈ മതചിഹ്നങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുവേദികളിൽ അവതരിപ്പിക്കുന്നത് അത്ര സുഖകരമല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതിന് വ്യത്യസ്തമായി തികച്ചും ഒരു മതേതര കാഴ്ചപ്പാടോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് INL. അതിൻ്റെ സ്ഥാപക നേതാവ് എന്ന് പറയുന്നത് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബാണ്. സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ കാലം ഇന്ത്യയിൽ അവസാനിച്ചു എന്നുള്ള ഒരു വലിയ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് INLന് രൂപം കൊടുത്തത്. INLൻ്റെ രൂപീകരണ കാലം മുതൽ തന്നെ സേഠ് സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായി പ്രവർത്തിച്ച പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ സാഹിബ് ഇന്ന് INLൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ്. അദ്ദേഹം കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ കാലഘട്ടം മുതൽ സേഠ് സാഹിബിൻ്റെ കാലഘട്ടം വരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിമാരിൽ വൈസ് പ്രസിഡന്റും സെക്രട്ടറിമാരിൽ ഒരാളായിട്ട് പ്രവർത്തിച്ച് ഉത്തർപ്രദേശ് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് ഇന്ന് ഈ INLൻ്റെ ദേശീയ പ്രസിഡന്റ്. ഞാൻ പറഞ്ഞു വരുന്നത് സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസം, ജനാധിപത്യ പാർട്ടിയിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ടാകും, വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകും. അങ്ങനെ കേരള ഘടകത്തിൽ അന്ന് പ്രവർത്തിച്ച ചില ആളുകൾക്കെതിരെ പാർട്ടിയുടെ ദേശീയ ഘടകം ഏതാണ്ട് 3 or 4 ആൾ പ്രൊഫസർ അബ്ദുൽ വഹാബ് ഉൾപ്പെടെയുള്ള
4 പേർക്കെതിരെയാണ് ദേശീയ നേതൃത്വം നടപടിയെടുത്തത്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സംഘടന സെറ്റപ്പിൻ്റെ ഭാഗമായിട്ട് നടപടിക്ക് വിധേയരായിട്ടുള്ള ആളുകളാണ്. ആ വിധേയരായ ആളുകൾക്ക് എപ്പം വേണമെങ്കിലും തെറ്റ് തിരുത്തി ദേശീയ നേതൃത്വത്തെ സമീപിക്കാവുന്നതാണ്. അവരുടെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. INL പൂർണ്ണമായിട്ടും ജനാധിപത്യ രൂപത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് അവർക്ക് എപ്പോൾ വേണമെങ്കിലും നടപടിക്ക് വിധേയരായ ആളുകൾ എന്നുള്ള നിലക്ക് ആ നടപടിക്ക് വിധേയരായ ആളുകൾക്ക് തെറ്റ് തിരുത്തി പാർട്ടിയിലേക്ക് തിരിച്ചു വരാനുള്ള ഡോറ് ഓപ്പണാണ്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും ദേശീയ നേതൃത്വത്തെ സമീപിക്കാവുന്നതാണ്. അതോടൊപ്പം തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ അവരുടെ കൂടെ അകപ്പെട്ട കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കുറച്ച് ആളുകൾ, സജീവമായ INLൻ്റെ പ്രവർത്തന രംഗത്ത് മാറി നിൽക്കുന്ന ആളുകൾ, ഒരുപക്ഷെ പ്രൊഫസർ അബ്ദുൽ വഹാബിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അവർ പ്രവർത്തിക്കുന്ന ആ മേഖലകളിലെ അതാത് ഘടകങ്ങളിൽ മെമ്പർഷിപ്പിന് അപേക്ഷിക്കാവുന്നതും പാർട്ടിയിലേക്ക് തിരിച്ചു വരാവുന്നതുമാണ്. നടപടിക്ക് വിധേയരാകാത്ത ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ പാർട്ടിയുടെ മെയിൻ സ്ട്രീമിലേക്ക് കടന്നു വരാവുന്നതാണ്. പക്ഷേ നടപടിക്ക് വിധേയരായ ആളുകൾ പാർട്ടി അച്ചടക്കം, പാർട്ടി ഭരണഘടന അനുസൃതമായി അവർക്ക് തെറ്റ് തിരുത്തി ദേശീയ നേതൃത്വത്തിനെ സമീപിച്ചാൽ അവരുടെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ സർ സാഹിബ് രൂപീകരിച്ച അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ച ആളാണ് ഇന്ന് INLൻ്റെ ദേശീയ പ്രസിഡന്റ്. അദ്ദേഹത്തിനോട് ക്ഷമാപണം നടത്താൻ അല്ലെങ്കിൽ നടപടിക്ക് വിധേയരായ ആളുകൾക്ക് തെറ്റ് തിരുത്താനുള്ള അവസരം അദ്ദേഹം കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, ഈ വിഭാഗങ്ങൾക്കിടയിലേക്ക് താങ്കളുടെ പാർട്ടിക്ക് എത്ര കണ്ട് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇപ്പോഴും ലീഗാണല്ലോ ന്യൂനപക്ഷങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു മുഖമായി ശ്രദ്ധിക്കപ്പെടുന്നത്. കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരുപക്ഷെ താങ്കൾ പറഞ്ഞത് ശരിയായിരിക്കാം. പക്ഷേ INL മുന്നോട്ട് വെക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലടക്കമുള്ള, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതന്യൂനപക്ഷങ്ങളെ താല്പര്യങ്ങൾക്ക് സംരക്ഷിക്കാൻ ഇന്ത്യയിലെ ഇടതുപക്ഷ മതേതര കാഴ്ചപ്പാടോട് കൂടിയുള്ള ഒരു പൊളിറ്റിക്സാണ് INL വിഭാവനം ചെയ്യുന്നത്. കേരളത്തിൽ നമുക്കറിയാം, പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ ആളുകളെ വലിയ രൂപത്തിൽ മുസ്ലിം ലീഗ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ കൂടെ നിർത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊരു കോർപ്പറേറ്റ് കൾച്ചറിലേക്ക് മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നത്. പിന്നെ മതസംഘടനകളെ കൂടെ നിർത്തുന്നു, മതചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി. എന്ത് വിഷയങ്ങളുണ്ടാകുമ്പോൾ അതിനെ സാമുദായികവൽക്കരിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത്. INL ഒരിക്കലും തന്നെ അത്തരമൊരു രാഷ്ട്രീയ സമീപനം ഇന്നേവരെ സ്വീകരിച്ചിട്ടില്ല, ഇനി നാളെ സ്വീകരിക്കാനും പോകുന്നില്ല. യഥാർത്ഥ രാഷ്ട്രീയമായി പൊളിറ്റിക്കലി ആളുകളെ ബോധവാന്മാരാക്കി മതന്യൂനപക്ഷങ്ങളടക്കമുള്ള ആളുകളുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് INL നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് മനസ്സിലാകാത്ത ആളുകൾ നാളെ കാര്യങ്ങൾ മനസ്സിലാക്കി INLൻ്റെ കൂടെ, ഇന്ന് ലീഗിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ പലരും നാളെ ലീഗിൻ്റെ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി വരുമെന്നുള്ളതാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് INL നടത്തിക്കൊണ്ടിരിക്കുന്നത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ വരാൻ വേണ്ടി പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ INL പാർട്ടി എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? INL ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഘടകകക്ഷിയാണ്. അതോടൊപ്പം മന്ത്രിസഭയിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. 2.5 വർഷക്കാലം ചുരുങ്ങിയ കാലയളവിൽ ആണെങ്കിൽ പോലും കേരളത്തിൻ്റെ ആ കാലയളവിൽ വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളിൽ വലിയ പങ്കാളിത്തം INLന് സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ മുന്നണിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കാളിത്തം വഹിക്കുന്ന ഒരു ഘടകകക്ഷി എന്ന നിലക്ക് വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും INL അതിൻ്റേതായിട്ടുള്ള പങ്ക് നിർവഹിക്കും. പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ പാർട്ടിയുടെ ശക്തി തെളിയിക്കാനുള്ള ഒരു അവസരമായിട്ട് ഞങ്ങളുടെ പാർട്ടി കാണുകയാണ്. പഞ്ചായത്ത് തലം മുതൽ മണ്ഡലം, ജില്ലാ തലങ്ങളിൽ പാർട്ടി പൊളിറ്റിക്കൽ വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ പാർട്ടി വളരെ സജീവമാണ്. അതിന് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു ടീം സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജില്ലാ തലത്തിലും മണ്ഡലം തലത്തിലും പഞ്ചായത്ത് തലത്തിലും പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അർഹമായ പ്രാതിനിധ്യം ഇടതുപക്ഷ മുന്നണിയിൽ ഞങ്ങൾ ചെറിയ പാർട്ടിയാണെങ്കിൽ പോലും പഞ്ചായത്തിലായാലും ജില്ലാ പഞ്ചായത്തിലായാലും ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ ആയാലും INL ലഭിക്കുന്നുണ്ട്.
വലിയ പരിഗണന INL ലഭിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഇത് വലിയൊരു മുന്നേറ്റം INL ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിനേക്കാളും രണ്ടാം പിണറായി സർക്കാർ നിരവധി ചോദ്യങ്ങൾ നേരിടുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ ഈ അടുത്ത കാലത്തുണ്ടായി. ഓരോന്നും ഞാൻ എണ്ണി പറയുന്നില്ല. സർക്കാരിൻ്റെ പ്രതിച്ഛായ നന്നാക്കാൻ ഒരു ഘടകകക്ഷി എന്നുള്ള നിലക്ക് INL എന്ന ഉദ്ദേശം എന്താണ്? INLന്റെ നിർദ്ദേശങ്ങൾ INLന്റെ സംസ്ഥാന കൗൺസിലും സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റിയും നേതൃത്വത്തിലൊക്കെ അഭിപ്രായ പ്രവർത്തകന്മാരിൽ നിന്ന് അഭിപ്രായ രൂപീകരണം നടത്തി ആ നിർദ്ദേശങ്ങളൊക്കെ ഈ ഇടതുപക്ഷ മുന്നണിയുടെ യോഗങ്ങളിൽ ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിന് മുമ്പിൽ INL സമർപ്പിക്കാറുണ്ട്. കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് ബേസ് ചെയ്തിട്ട് അത്തരത്തിലുള്ള ചില സമീപനങ്ങൾ നയരൂപീകരണം INL സംസ്ഥാന തലത്തിൽ നടത്താറുണ്ട്. അത് LDFന്റെ നേതൃത്വത്തിന് മുമ്പിലും വെക്കാറുണ്ട്. ആ പ്രോസസ്സ് വളരെ സജീവമായി ഒരു ജനാധിപത്യ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലക്ക് INL അതിൻ്റെ കടമ ഒരു ഘടകകക്ഷി എന്നുള്ള നിലക്ക് യോജിപ്പിക്കാവുന്ന മേഖലകളിൽ യോജിച്ചും വിയോജിപ്പ് അറിയിക്കേണ്ടിടത്തിൽ വിയോജിപ്പ് അറിയിച്ചും കൊണ്ട് ഒരു ജീവസുറ്റ പ്രസ്ഥാനമായിട്ട് INL ഇന്നും സജീവമായി ഇടതുപക്ഷ മുന്നണിയോടൊപ്പം ഉണ്ട്. TP രാമകൃഷ്ണൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായി സ്ഥാനമേറ്റിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ്. താങ്കൾ ഉൾപ്പെടുന്ന INL നിന്ന് വിഘടിച്ച് നിൽക്കുന്ന ആളുകൾ, INL പ്രസ്ഥാനമായി വേറിട്ട് നിന്ന് വേറെ INL-ആയി പ്രവർത്തിക്കുന്ന ആളുകൾ, INL-ന്റെ പേരിൽ INL-ആയി പ്രവർത്തിക്കുന്ന ആളുകൾ ഇവർ യോജിപ്പിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ പ്രസ്താവനയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, TPയുടെ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ INL സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം പറഞ്ഞത് പ്രസ്താവന നമ്മളൊക്കെ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തതയുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വളരെ വ്യക്തതയുണ്ട്. മുന്നണിയുടെ കൺവീനർ എന്ന നിലക്ക് അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമാണ്. INL ഇടതുപക്ഷ മുന്നണിയുടെ ഒരു ഘടകകക്ഷിയാണെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ INL-ന് ചില അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ മാറി നിന്ന ആളുകളും ഇടതുപക്ഷ മുന്നണിയോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയ രാഷ്ട്രീയത്തിൽ ദേശീയ തലത്തിൽ രജിസ്റ്റർ ചെയ്ത് വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതോടൊപ്പം തന്നെ മുന്നണിയിലെ ഏറ്റവും വലിയ ഒരു ഘടകകക്ഷിയുടെ നേതാവ് അതുപോലെ മുന്നണിയുടെ കൺവീനർ എടുക്കുന്ന ഇനീഷ്യേറ്റീവിനെ അത് അറിയിക്കുന്ന എല്ലാ പരിഗണനയും കൂടി അതിനെ പോസിറ്റീവായിട്ട് തന്നെയാണ് നമ്മുടെ പാർട്ടി കാണുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? കേരളം ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൻ്റെ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണകർത്താവിനെ ആദ്യമായിട്ട് കേരള ജനത ശ്രദ്ധിക്കുന്നത് അദ്ദേഹം കേരളത്തിൻ്റെ ചുരുങ്ങിയ കാലയളവിൽ 2.5 വർഷക്കാലം കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രിയായി പ്രവർത്തിച്ചപ്പോഴാണ്. ആ സമയങ്ങളിലാണ് യഥാർത്ഥത്തിൽ മലബാറിലെ വൈദ്യുതി ക്ഷാമത്തിന് ശാശ്വത പരിഹാരം ഉണ്ടായത് ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രിയായതിനു ശേഷമാണ്. അതിനുശേഷം അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു. 1-ാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ഒരുപാട് കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്തതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതിക്ഷോഭങ്ങൾക്ക് ദുരന്തങ്ങൾക്ക് ഈ സംസ്ഥാനം സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെ ആടി ഉലയാതെ സധൈര്യം നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ലീഡർഷിപ്പ് മേക്ക് ദ ഡിഫറൻസ് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സഖാവ് ശ്രീ പിണറായി വിജയൻ എന്നത് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. കേരളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് നമുക്കറിയാം. ഒരു രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള വികസനമാണ്. അടിസ്ഥാനപരമായ വികസനം എന്ന് പറയുന്നത് റോഡുകൾ, അതേപോലെ തന്നെ പശ്ചാത്തല സൗകര്യങ്ങൾ ഒക്കെ. ഇപ്പോൾ ദേശീയപാത കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അതിൻ്റെ ഏതാണ്ട് ഒരു 65%-70% പ്രവർത്തനം പൂർത്തീകരിക്കപ്പെട്ടു. വലിയ വികസനമാണ് ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട്. കഴിഞ്ഞ 20 വർഷമായി കേരളത്തിൽ നടക്കാതെ പോയിരുന്ന ഒരു വികസന പ്രവർത്തനം ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുത്തതിന് ശേഷമാണ് ദേശീയപാതയുടെ വികസനത്തിന് വേഗത കൂടിയത്. ഉടമകൾക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകി ആ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അതേപോലെ തന്നെ മലയോര ഹൈവേ
മലയോര ഹൈവേ ഈ ടൂറിസം മാപ്പിൽ വലിയ മാറ്റങ്ങൾക്ക് നിദാനമായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തീരദേശ ഹൈവേ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനം 10-30 വർഷം ലോകത്തിൻ്റെ ശ്രദ്ധയിൽ പെടേണ്ടുന്ന, യഥാർത്ഥത്തിൽ ഏഷ്യയുടെ യൂറോപ്പ് എന്നാണ് സിംഗപ്പൂർ അറിയപ്പെടുന്നത്. ആ ഒരു സ്ഥാനത്തേക്ക് സിംഗപ്പൂരിനെ എത്തിച്ചേരാൻ സാധിച്ചത് സിംഗപ്പൂർ തുറമുഖത്തിൻ്റെ വികസനമായിട്ട്. സമാനമായ ഒരു അവസരമായിരുന്നു വിഴിഞ്ഞത്തിന് ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പിടിപ്പുകൾ കൊണ്ട് 10-20 വർഷം ആ അവസരം നമുക്ക് നഷ്ടപ്പെട്ടു. വൈകിയാണെങ്കിലും ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അതിൽ INL സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മന്ത്രി ശ്രീ അഹമ്മദ് ദേവർകോലിന് അത് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചുരുങ്ങിയ കാലത്ത് 2.5 വർഷത്തെ കാലയളവിനുള്ളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നേരിട്ട് ആ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 95% വർക്കും പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇന്നലെ നമ്മൾ പത്രത്തിൽ വായിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ മദർ ഷിപ്പിംഗ് കമ്പനിയുടെ ഷിപ്പ് 13,000 മെട്രിക് ടൺ ലോഡുമായി വിഴിഞ്ഞത്ത് അങ്കൂരമുട്ടത് നമുക്ക് പത്രത്തിൽ വായിക്കാൻ സാധിച്ചു. അപ്പോൾ വിഴിഞ്ഞം ഉണ്ടാക്കുന്ന വികസന സാധ്യതകൾ കേരളത്തെ മറ്റൊരു സിംഗപ്പൂരാക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അത് അത്രമാത്രം വികസന സാധ്യതകളാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ശ്രീ അഹമ്മദ് ദേവർകോലിൻ്റെ തന്നെ ശ്രമഫലമായി ബേപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന 250 കോടിയോളം ബഡ്ജറ്റിൽ വീതം വെച്ചിട്ടുള്ള ബേപ്പൂർ തുറമുഖത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ. അപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ കേരളത്തിലെ ഇപ്പോൾ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിൽ ഒക്കെ നമുക്ക് പോകാൻ അവസരം ലഭിച്ചാൽ ഗൾഫ് രാജ്യങ്ങളിലെ സമാനമായ തത്തുല്യമായിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും നമ്മുടെ ഹെൽത്ത് സെൻ്ററുകൾക്ക് കൈവന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാ മേഖലയിലും കേരളത്തിൽ വലിയ ഒരു വികസന കുതിപ്പ് ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയമായി പ്രതിപക്ഷം അതിനെ എത്ര തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാലും ഈ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിലുണ്ട്. തുടർന്നും കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് ഈ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം എന്നോണം തിരിച്ചു വരും എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. INLൻ്റെ സമന്വയ നേതാവ് ശ്രീ സമദ് അരിപ്പറ്റയാണ് നമ്മോട് രാഷ്ട്രീയ കാര്യങ്ങൾ പങ്കുവച്ചത്. വളരെ തിരക്കേറിയ ഒരു കാലഘട്ടമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾക്കിടയിൽ ഈ പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് നയിക്കാൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.